നമസ്കാരം. നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് സർട്ടിഫിക്കേഷൻസും മറ്റുമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റുകൾ പലതും നമുക്ക് ആവശ്യമുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി, പല ലൈസൻസുകൾ, ഇൻ ബിറ്റ്വീൻ നമ്മൾ ക്വാളിറ്റി അഷുറൻസിന് വേണ്ടിയിട്ടും പലതും ചെയ്യാറുണ്ട്. ലാബിലെ ടെസ്റ്റുകളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ പുറത്ത് ലാബുകളിൽ കൊടുത്ത് നമ്മൾ ടെസ്റ്റ് നടത്തി നമ്മളുടെ റിസൾട്ടും അതുമായിട്ട് മാച്ച് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നതാണ്. അതിന് എളുപ്പമാർഗമുണ്ട്. അതിലേക്ക് വരാം. ഗ്രേപ്സ് ഐഡിയമാരിലേക്ക് സ്വാഗതം. നമുക്ക് ഏതൊരു കാര്യവും വളരെ എളുപ്പം ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെന്തിനാണ് വലിയ കഷ്ടപ്പാടുകൾ? എസ്പെഷ്യലി നമ്മളുടെ NABH അക്രഡിറ്റേഷൻ, ISO സർട്ടിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം പലപ്പോഴും നമുക്ക് എംപാനൽമെൻറ്റ് കിട്ടാനായിട്ടാണ് ഈ അക്രഡിറ്റേഷന് പോകുന്നത് എങ്കിൽ നമ്മൾ ഒരുപാട് ഭാരപ്പെട്ടിട്ടായിരിക്കും അത് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, അങ്ങനെ ക്വാളിറ്റിയുള്ള ഒരു ഹോസ്പിറ്റലിന് അവാർഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകുന്നതിന് വളരെ ചെറിയ മനോഹരമായ ഒരു സൂത്രപ്പണിയുണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ചെയ്യാൻ പറ്റുന്ന. കാരണം ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മളൊരു പ്രവർത്തനം തുടങ്ങി 1-2 കൊല്ലം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, അല്ല അക്രഡിറ്റേഷൻ ആയാലും സർട്ടിഫിക്കേഷൻ ആയാലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിൻ്റെ സന്തോഷം ഉണ്ടാവുക. അതൊരു ചുരുങ്ങിയ സമയത്തുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ആ 1-2 കൊല്ലം വളരെ അധികം ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളുമായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജിനെയും മറ്റുമൊക്കെ ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ വെച്ചുകൊണ്ട് ഫോഴ്സ്ഫുള്ളി ആ ഒരു ഡോക്യുമെൻറ്റേഷൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. പലപ്പോഴും ഇത് നിരാശകൾക്കും നല്ല വർക്കേഴ്സ് ജോലി ഉപേക്ഷിച്ച് പോകുന്നതിനും ഒക്കെ കാരണമായി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു താളം തന്നെ തെറ്റിച്ചേക്കാം. ചില ഹോസ്പിറ്റലുകൾക്ക് സർട്ടിഫിക്കേഷൻ ഒന്നും കിട്ടത്തില്ല, പക്ഷേ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി അവിടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും താളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അവിടെയാണ് ഈ ഒരു കുഞ്ഞ് ട്രിക്ക് ഉപകരിക്കപ്പെടുക. നമ്മുടെ ഹോസ്പിറ്റൽ അത്തരത്തിലൊരു സർട്ടിഫിക്കേഷനൊക്കെ പോകുമ്പോൾ ആ ലക്ഷ്യം നമുക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാർഗത്തിൽ ശ്രദ്ധിക്കാം. അതെന്താണ് മാർഗം? ക്വാളിറ്റി ആണല്ലോ നമ്മൾ അവാർഡ് ചെയ്യപ്പെടുന്നത്. നമുക്ക് രജിസ്ട്രേഷൻ മുതൽ ഡിസ്ചാർജ് വരെ, ഒരു എംപ്ലോയിയെ ഇൻ്റർവ്യൂ നടത്തുന്നത് മുതൽ അയാളുടെ റെസിഗ്നേഷൻ വരെ, ഒരു സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് പേഷ്യൻ്റ് കയറി വരാനുള്ള സ്റ്റെപ്പ് മുതൽ, നമ്മുടെ 10 നിലയുണ്ടെങ്കിൽ 10ാം നിലയിൽ ഒരു പേഷ്യൻ്റ് എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് വരെ ഉള്ള മേഖലകളിൽ കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തിൻ്റെയും ക്വാളിറ്റി അച്ചീവ് ചെയ്യാം. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗം, റിസപ്ഷനിൽ ഒരു പേഷ്യൻ്റ് രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ ആ രജിസ്ട്രേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള 1-2 ചെറിയ സ്റ്റെപ്പ് ആദ്യ ദിവസങ്ങളിൽ നമുക്കവിടെ നടപ്പിലാക്കി, അത് നടപ്പിലാക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത സ്റ്റാഫിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട്, അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്, അവർ ചെയ്ത ആ പ്രവർത്തനം ആശുപത്രിക്ക് നൽകിയ ഒരു പുതിയ മാനം അവരെ മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ട് അത് അവരുടെ ശീലമാക്കി മാറ്റാം. പിന്നീട് അവർ ഭാരപ്പെടുന്നുണ്ടാവില്ല. ആ ക്വാളിറ്റി ഉറപ്പ് വരുത്തി. എന്താണ് റിസപ്ഷനിലെ ക്വാളിറ്റി എന്ന് നമുക്കറിയാം. വരുന്ന ഒരു പേഷ്യൻറ്റിനെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് കാണേണ്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻസും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ പേഷ്യൻ്റ് ചോദിച്ചാൽ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു OPDയിലേക്കുള്ള കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ആ നല്ല കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് ഏതൊക്കെ സർവീസ് ഉണ്ടെന്ന് നമ്മുടെ സ്റ്റാഫ് വ്യക്തമായി അറിഞ്ഞിരിക്കുക, ഏതൊക്കെ ഇല്ല എന്നറിഞ്ഞിരിക്കുക, അത് വ്യക്തമായി പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വരുന്ന പേഷ്യൻറ്റിനെ മാത്രം രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ അല്ലാത്തൊരു പേഷ്യൻ്റ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അവരെ പഠിപ്പിക്കുക. ഇങ്ങനെ ചെറിയ പുരോഗതികൾ അവിടെ കൊണ്ടുവന്ന് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പരാതികൾ ആർക്കും പറയാൻ കഴിയാത്ത മനോഹരമായ ഒരു ശീലത്തിൻ്റെ ഉടമകളായി മാറിയാൽ
പിന്നീട് ഈ അക്രഡിറ്റേഷൻ നടക്കുന്നത് വരെ നമ്മളവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല. അടുത്ത സ്റ്റെപ്പായിട്ട് കൺസൾട്ടേഷൻ ഈ പേഷ്യൻ്റ് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ OPD അസിസ്റ്റൻറ്റ് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ആ പേഷ്യൻറ്റിനെ വെയിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ക്വാളിറ്റിയെ അവരുടെ ശീലമാക്കി മാറ്റാനായിട്ട്, അനുദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റാനായിട്ട് എളുപ്പമാണ് നമുക്ക്. അതിനെ മോണിറ്റർ ചെയ്യാൻ എളുപ്പമാണ്, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സാധാരണ മനുഷ്യരാണ് നമ്മുടെ സ്റ്റാഫുകളൊക്കെ. അവർക്ക് കിട്ടുന്ന അപ്രിസിയേഷൻസ് അവരിലത് തുടർന്നും കൊണ്ടുപോകാനായിട്ടുള്ള പ്രചോദനമായി മാറും. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടായിട്ട് തന്നെ ഡിസ്പ്ലേ സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ആ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ നമ്മുടെ വിഷനും മിഷനും ഒക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും നമ്മുടെ സർവീസസ് അവിടെ ഡിസ്പ്ലേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ജോലിയായി മാറിയാൽ നമ്മളുടെ പേഷ്യൻ്റ് ഇൻഫർമേഷൻ, പേഷ്യൻറ്റിൻ്റെ അവയർനെസ് ബിൽഡ് ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യപ്പെട്ടില്ലേ? നമുക്കൊരു പുതിയ സർവീസ് വന്നാൽ ഉടൻ തന്നെ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഗ്രേപ്സിൻ്റെ ഹോർഡിങ്സിലോ അല്ലെങ്കിൽ ലോഗോ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ട്. അതിലൊക്കെ വളരെ സിമ്പിളായിട്ട് മൈഗ്രേപ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തുറന്നിട്ട് നമുക്ക് ആ ഡേറ്റ ഇൻസേർട്ടിങ്ങിൽ കൂടെ ആ ഡിസ്പ്ലേയിൽ പെൻ ഡ്രൈവ് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അവരുടെ അനുദിന ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് തന്നെ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ശീലമായി മാറിയാൽ നാളെ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പുറകിലായിരിക്കത്തില്ല. ഇതെല്ലാം നമ്മുടെ സ്വാഭാവിക പ്രവർത്തനങ്ങളായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇനി ആ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ് നടന്ന അക്രഡിറ്റേഷൻ കഴിഞ്ഞ് പല ഹോസ്പിറ്റലുകളും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ലെവലോ എക്സലൻസ് ലെവലോ ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു റിന്യൂവലൊക്കെ കിട്ടുക. പല ഹോസ്പിറ്റൽസിലും ഈ റിന്യൂവൽ കിട്ടാതെ പോകുന്നത് ആ ഒരു അക്രഡിറ്റേഷൻ കാലഘട്ടം കഴിയുമ്പോൾ നിർബന്ധ ബുദ്ധിയാൽ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം വീണ്ടും പഴയ അവസ്ഥയിലാകും. കാരണം അത് നമ്മൾ ശീലങ്ങളാക്കിയില്ല മനുഷ്യരുടെ. ഇവിടെ നമുക്ക് ഈ അറ്റോമിക് ഹാബിറ്റ് ഇവരിൽ ബിൽഡ് ചെയ്യാം, അണുശീലങ്ങളെന്ന് നമുക്ക് വിളിക്കാം. ആ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളിൽ കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കംപ്ലീറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ ഒരു പേഷ്യൻ്റ് OPDയിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റൽസ് രേഖപ്പെടുത്താനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്കൊരു സ്മാർട്ട് ഫോണുമായിട്ട് പോയിട്ടോ വൈറ്റൽ രേഖപ്പെടുത്താനും ആ സമയത്ത് അവരുടെ ഒരു ബേസിക് ഹിസ്റ്ററി ചോദിച്ച് രേഖപ്പെടുത്താനും കഴിഞ്ഞാൽ OPയിൽ ഡോക്ടർ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവായിട്ടായിരിക്കും ആ പേഷ്യൻറ്റിനെ ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് യൂസ് ചെയ്യുക. ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ അവരെ നിർബന്ധ ബുദ്ധിയാൽ പഠിപ്പിച്ച് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവർ ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് അച്ചീവ് ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അത് അവരുടെ ഒരു ശീലമാക്കി അവരത് എൻജോയ് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഗ്രാജുവലി ഒരു ക്വാളിറ്റിയുടെ പര്യായമായി മാറും. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ.